and a lamp unto my path. When I feel afraid, I think I lost my way. Still, you're there right beside me. And nothing will I fear as long as you are near. Please be near to the end. Thy word is a lamp unto my feet and a light unto my path. Dear loving Father, as we come together to learn from your word, speak to us through your servant, and let this be a time of blessing and redirections in our lives. In Jesus' precious name we pray. Amen. ബഹുമാനപ്പെട്ട സ്റ്റാൻലി അച്ഛൻ, കർത്താവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്ക് കഴിഞ്ഞ 14 വെള്ളിയാഴ്ചകളിലായി അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചു. ഇത് ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, ഒരു പരിശ്രമമായിരുന്നു. എന്നാൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇതിൽ സംബന്ധിച്ചത് വലിയ ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമേ ഓർപ്പിക്കട്ടെ. അബ്രഹാമിന്റെ വിളി മുതൽ ഇന്ന് വരെ അബ്രഹാമിന്റെ ജീവിതത്തിലെ വിവിധങ്ങളായ വശങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ഇടയായി. ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടെ അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ലൈഫ് ലെസൺസ് ഫ്രം ഏബ്രഹാംസ് ലൈഫ് അത് ഇവിടെ അവസാനിക്കുകയാണ്. ഈ പഠനത്തിൽ ദൈവം വ്യാപരിപ്പിച്ച ദൈവ കൃപകളെയും നിങ്ങളെ എല്ലാവരുടെയും വളരെ ആത്മാർത്ഥമായ പങ്കാളിത്തത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ പ്രത്യേകം സ്തുതിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും ഒരുക്കത്തോടെ ഈ ക്ലാസ്സിൽ ഏതാണ്ട് 100ഓളം ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അബ്രഹാമിന്റെ മരണമാണ്. അബ്രഹാം ഈ ലോകം വിട്ട് ദൈവത്തോട് ചേരുന്ന പഠനത്തോടുകൂടെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ഇൻട്രോസ്പെക്ഷന് ഇന്നത്തെ പഠനം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു പാട്ട് പാടുവാനായിട്ടും താല്പര്യപ്പെടുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു പഴയ പാട്ടാണ്. കരുണാനിധിയെ കാൽവറി അൻപേ എന്നുള്ള പ്രത്യേകമായ പഴയ ഒരു ഗാനം പാടി നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. കരുണാനിധിയെ കാൽവറി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. കൃപയഗണം കൃപാനിധിയെ 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 കൃപയഗണം കൃപാനിധിയെ 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 മുൻപേ പോയാ നിൻ പിൻവേഗമേ പാനാ നിൻ പാദമേ എനിക്കാധാരം, നിൻ പാദമേ എനിക്കാധാരം. താതാ നിന്നെ ഇഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ
വസിപ്പാൻ ഉന്നതം ചേരാൻ താതാ നിന്നെ ഇഷ്ടം മഞ്ഞിൽ ഞാൻ ചെയ്യുവാൻ തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ മാറായലേമിൽ പാറയിൻ വെള്ളം മാറാത്തോനേകും മാധുര്യമന്ന മാറായലേമിൻ പാറയിൻ വെള്ളം മാറാത്തോനേകും മാധുര്യമന്ന പറയാം യാരെന്റെ പകൽ ധ്യാനം യോദാന്റെ തീരമെന്നാശ്വാസം യോദാന്റെ തീരമെന്നാശ്വാസം എന്നൻ സിയോനെ ചെന്നങ്ങു കാണും അന്നൻ കണ്ണീരും മാറും കനാലിൽ എന്നൻ സിയോനെ ചെന്നങ്ങു കാണും അന്നൻ കണ്ണീരും മാറും കനാലിൽ ഭക്തർ ശ്രവിക്കും കർത്തൃകേളം വ്യക്തമായി കാണുമെന്റെ രക്ഷകനെ വ്യക്തമായി കാണുമെന്റെ രക്ഷകനെ കരുണാനിധിയെ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രമാണ് എനിക്കാധാരം. Book of Genesis, chapter 25, verses 1 through 10. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കോട്ട് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. അബ്രഹാമിന്റെ ആയുഷ്കാലം 175 സംവത്സരം ആയിരുന്നു. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും കൂടി മെമ്രയ്ക്കരികെ സോഹരിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ നിലത്തു തന്നെ അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും അടക്കം ചെയ്തു. ഇന്നത്തെ നമ്മുടെ പഠനത്തിന്റെ തലക്കെട്ട് ദ ട്രയംഫന്റ് സോജോണർ എന്നാണ്. ട്രയംഫന്റ് എന്ന് പറഞ്ഞാൽ വിജയാളിയായ, വിജയിയായ എന്നാണ് അർത്ഥം. സോജോണർ എന്ന വാക്കിന്റെ അർത്ഥം പ്രവാസി എന്നാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായി പാർക്കാത്ത ആൾ, അതാണ് സോജോണർ എന്ന വാക്കിന്റെ അർത്ഥം. കുറച്ചു കാലം മാത്രം ഒരു സ്ഥലത്ത് പാർക്കുന്ന ആളിനെയാണ് സോജോണർ എന്ന് പറയുന്നത്. അപ്പോൾ ദ ട്രയംഫന്റ് സോജോണർ എന്ന് പറഞ്ഞാൽ വിജയാളിയായ പ്രവാസി. We are now coming to the final chapter of the life of Abraham. These verses record the end of a great life. His life is concluded by the words,
and was gathered to his people. ഒരു വലിയ ദൈവ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ദൈവം മാനിച്ച ഒരു ജീവിതമായിരുന്നു അബ്രഹാമിന്റെ. തന്റെ ജീവിതം കൊണ്ട് അബ്രഹാം ദൈവത്തെയും മാനിച്ചു എന്ന് കഴിഞ്ഞ പഠനങ്ങളൊക്കെ നമ്മെ മനസ്സിലാക്കി തന്നു. അബ്രഹാമിന്റെ മരണത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. He was gathered to his people. അബ്രഹാം തന്റെ ജനത്തോട് ചേർന്നു എന്നാണ് തന്റെ മരണത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. As we come to the end of this study and to the end of Abraham's life, I see some similarities with what could have been said about him and what might be said about us when we too leave this world. ഈ പഠനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അബ്രഹാം തന്റെ ഈ ലോക ജീവിതം എങ്ങനെയാണ് അവസാനിപ്പിച്ചത് എന്ന് നമ്മൾ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ പഠനത്തിലൂടെ എങ്ങനെയാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകാൻ ഒരുങ്ങേണ്ടത് എന്ന ഒരു ചിന്ത കൂടെ ഇവിടെ പ്രസക്തമാണ്. When someone dies, three things usually come up at some point during the discussion of the deceased individual's life. ഒരാൾ മരിക്കുമ്പോൾ ആ ആളിനെ കുറിച്ച് മറ്റുള്ളവർ നടത്തുന്ന സംഭാഷണത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കും. അത് എന്തൊക്കെയാണ്? ഒന്ന്, how he or she lived his or her life. എങ്ങനെയാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ തന്റെ ജീവിതം ജീവിച്ചത്? How they lived their life. രണ്ടാമതായി നമ്മുടെ ചർച്ചയിൽ വരുന്ന ഒരു കാര്യം, some of the events during their death. Some of the events during their death. മരണ സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ ചിരിച്ചു, അല്ലെങ്കിൽ കരഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള മരണസമയത്ത് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. മൂന്ന്, where did they stand with the Lord? ഈ മരണപ്പെട്ടയാൾ ദൈവവുമായുള്ള ബന്ധത്തിൽ എവിടെ നിൽക്കുന്നു? ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരാളുടെ കാലശേഷം, മരണശേഷം മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ കാര്യങ്ങളും ഉണ്ടാകാം. These are three characteristics I want to talk about this evening. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഉള്ളത്. ഒന്ന്, how Abraham lived his life. അബ്രഹാം എങ്ങനെയാണ് തന്റെ ജീവിതം ജീവിച്ചത്? അതാണ് ഒന്നാമത്തെ ചിന്ത. അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. It was a life of faith. എങ്ങനെയാണ് ജീവിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം ഒന്ന്, അത് വിശ്വാസത്തിന്റെ ഒരു ജീവിതം അഥവാ യാത്ര ആയിരുന്നു. It was a life of faith or a journey of faith. അബ്രഹാമിന്റെ ജീവിതം ഒരു വിശ്വാസ യാത്ര ആയിരുന്നു, വിശ്വാസ ജീവിതം ആയിരുന്നു. One of the clearest and most striking things about Abraham's life is how he lived every day and took every step by faith in God. തന്റെ ഓരോ ചുവടുകളും അബ്രഹാം എങ്ങനെയാണ് വച്ചത്? അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഓരോ ചുവടും വിശ്വാസത്താലുള്ള ചുവടുവയ്പ്പുകൾ ആയിരുന്നു. His faith was not declared by him.
അബ്രഹാമിന്റെ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. His faith was not declared by him. അബ്രഹാം ഒരിക്കലും താൻ ഒരു വലിയ വിശ്വാസിയാണെന്നെങ്ങും പ്രഖ്യാപനം നടത്തിയിട്ടില്ല. തന്നെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് അബ്രഹാം എങ്ങും കമന്റ് ചെയ്തതായി നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. ബട്ട് it was declared years later by the writer of the book of Hebrews. എന്നാൽ അബ്രഹാമിന്റെ മരണത്തിന് ശേഷം കാലങ്ങൾ കഴിഞ്ഞിട്ട് എബ്രായ ലേഖന കർത്താവ് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം. Hebrews chapter 11 verse 8. This is the kind of life that God wants every one of his children to live. ഇതാണ് ദൈവത്തിന്റെ മക്കളായ നമ്മൾ എല്ലാവരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാതൃകയാക്കേണ്ടത് എന്നാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. Faith is not just for the super saint. It is for all believers. Even you and me. Let me repeat. Faith is not just for the super saint. It is for all believers. Even you and me. ഈ വിശ്വാസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും, അയ്യോ എനിക്ക് അത്രയും വിശ്വാസമൊന്നുമില്ല, എനിക്ക് ഇന്നാരുടെ അത്രയും വിശ്വാസമൊന്നുമില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ എല്ലാ മക്കളും വിശ്വാസമുള്ളവർ ആയിരിക്കണം എന്നാണ്. നമ്മൾ പലപ്പോഴും പറയും, ഐ ആം നോട്ട് എ സൂപ്പർ സെയിന്റ്. ഞാനങ്ങ് വലിയ അമാനുഷികനായ വിശ്വാസിയൊന്നുമല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അമാനുഷികരായ ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. വിശ്വാസത്തിൽ ആടി ഉലയുന്ന എനിക്കും നിങ്ങൾക്കും പോലും ഇതുണ്ടായിരിക്കണം എന്നാണ് തമ്പുരാൻ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ, അബ്രഹാം വിശ്വാസത്താൽ ജീവിച്ചു. രണ്ടാമതായി അവിടെ കാണുന്നത്, ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് ഫോളോവിങ്. ഇത് സമ്പൂർണമായ ഒരു പിൻപറ്റലിന്റെ ജീവിതമാണ്, പിന്തുടരലിന്റെ ജീവിതമാണ്, അനുഗമിക്കലിന്റെ ജീവിതമാണ് അബ്രഹാമിനെ കുറിച്ച് അവിടെ പറയുന്നത്. ഹീബ്രൂസ് 11:9, ഇബ്രായ ലേഖനം 11-ാം അധ്യായം 9-ാം വാക്യം tells us that the life of Abraham was one lived in the acts of following. അനുഗമിക്കുന്ന പ്രവർത്തികളാണ് അബ്രഹാമിന്റെ ജീവിതം. Wherever the Lord pointed him, that was the direction he took. അങ്ങനെ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ദൈവം എങ്ങോട്ട് കൈ ചൂണ്ടിയോ അങ്ങോട്ട് അബ്രഹാം പോയി. അത് കിഴക്കോട്ടെങ്കിൽ കിഴക്കോട്ട്, വടക്കോട്ടെങ്കിൽ വടക്കോട്ട്, പടിഞ്ഞാട്ടെങ്കിൽ പടിഞ്ഞാട്ട്. Wherever the Lord pointed him, that was the direction he took. It would seem that Abraham had no life of his own, but that this life was one totally given over to the will of God. അബ്രഹാമിന് സ്വന്തമായി ഒരു ജീവിതം ഇല്ലായിരുന്നു, മറിച്ച് തന്റെ ജീവിതം പൂർണ്ണമായി അബ്രഹാം ദൈവത്തിന് വിട്ടുകൊടുത്തിരുന്നു എന്നാണ് കാണുന്നത്. A life spent following the Lord is a life that will always end up in the right place. A life spent following the Lord is a life will always end up in the right place. ഈ സന്ധിയിൽ
ഒരു വലിയ ആത്മീക മർമ്മം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ജീവിതം തീർച്ചയായും ശരിയായ ദിശയിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. ദൈവം ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് പോകുന്നവരൊക്കെ ശരിയായ സ്ഥാനങ്ങളിൽ തന്നെ ചെന്ന് അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല ജീവിതത്തിലെ പല തകർച്ചകളുടെയും കാരണം ഒന്ന് അന്വേഷിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് പോകാനാണ് നമുക്കിഷ്ടം. ദൈവം കാണിക്കുന്നിടത്ത് പോകാൻ നമുക്ക് പലപ്പോഴും വിമുഖതയാണ്. ഇതെല്ലാം എന്നെയും കൂടെ ചേർത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ അവരവരുടെ വഴിയെ പോകാനാണ് നമുക്കിഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും റോങ് പ്ലേസസിൽ എൻഡപ്പ് ചെയ്യുന്നത്. സങ്കീർത്തനം 37 അധ്യായം 23 വാക്യത്തിൽ അവിടെ പറയുന്നു, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ നേരെയാക്കും, അവന്റെ പാതകളെ നേരെയാക്കും. അബ്രഹാമിന്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നി. God was so pleased with Abraham. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? ദൈവം പ്രസാദിക്കുന്ന വഴികളിലാണോ നമ്മൾ നടക്കുന്നത്? ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടേത്? ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. അബ്രഹാം എങ്ങനെ ജീവിച്ചു? അവന്റെ ജീവിതം വിശ്വാസ ജീവിതം, അവന്റെ ജീവിതം അനുഗമിക്കുന്ന ജീവിതം. ഒരു കാര്യം കൂടെ ഉണ്ട് അവിടെ. ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് ഫേവർ. ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് ഫേവർ. ഫേവർ എന്ന വാക്കിന്റെ മലയാള അർത്ഥത്തിൽ ഒന്ന് പ്രീതി എന്നാണ്. ഒരു അഡ്ജക്റ്റീവോട് ചേർത്തത് ചിലയിടങ്ങളിൽ സംപ്രീതി എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രീതി. ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതമായിരുന്നു അബ്രഹാമിന്റെ. ബിക്കോസ് Abraham walked in faith and followed the Lord regardless of where he led him. ദൈവം എങ്ങോട്ടാണ് അവനെ നയിച്ചത്, അത് എവിടെയാണെങ്കിലും അവൻ പോയി എന്നാണ് കാണുന്നത്. God abundantly blessed the life of this amazing man. ഈ അത്ഭുതകരമായി അതിശയകരമായി ദൈവത്തെ പോലും അതിശയിപ്പിക്കുന്ന വിശ്വാസമായിരുന്നു അബ്രഹാമിന്റെ. അങ്ങനെ അനുസരിച്ച അബ്രഹാമിനെ ദൈവം God blessed him abundantly, സമൃദ്ധിയായി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. He blessed him financially. നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു അബ്രഹാമിന്റെ സമ്പത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവന് ഇത്രായിരം ജോഡി കാളയുണ്ടായിരുന്നു, ഇത്രായിരം ആടുമാടുകൾ ഉണ്ടായിരുന്നു, ഇത്ര ദാസീദാസന്മാരുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. God blessed him financially. സാമ്പത്തികമായി വളരെയധികം ദൈവം അബ്രഹാമിനെ അനുസരിച്ചു. മിലിറ്ററിലി നമ്മൾ പഠിച്ചു ഒരു പഠനത്തിൽ 5 നാട്ടുരാജാക്കന്മാരോട് യുദ്ധം ചെയ്യാനുള്ള മിലിറ്ററി പവർ ദൈവം അബ്രഹാമിന് കൊടുത്തു. ഫിസിക്കലി 175 years, ഒരു കൊച്ചു കാലമല്ല, 175 വർഷങ്ങൾ ജീവിക്കാൻ ശാരീരികമായി ബലം, സൗഖ്യം ദൈവം അബ്രഹാമിന് കൊടുത്തു. സ്പിരിച്വലി, ആത്മീകമായി ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ആൻഡ് ഹി ബ്ലെസ്ഡ് Abraham's family as well. അബ്രഹാമിനെ മാത്രമല്ല അവന്റെ ഭവനത്തെയും ദൈവം അനുഗ്രഹിച്ചു. Of course, this had been the oft repeated promise that Abraham had been given by the Lord. ഈ അനുഗ്രഹത്തെ കുറിച്ച് അബ്രഹാമിനോട് ദൈവം ആവർത്തിച്ച്
പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. റിപ്പീറ്റഡ് പ്രോമിസസ്. ജനസിസ് 12:2-3, 17:6, 22:17. ഇവിടെ എല്ലാം അബ്രഹാം, ദൈവം റിപ്പീറ്റ് ചെയ്യുകയാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. God had promised to bless him and God did just that. God had promised Abraham that he will bless his family and God just did that. ദൈവം അത് ചെയ്തു. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. ദൈവം നമ്മുടെ മാതാപിതാക്കളോടൊക്കെ ഒരു വാഗ്ദത്തം ചെയ്തതാണ്. പണ്ട് ഒന്നുമില്ലാത്ത കാലത്ത് ചാണകം മെഴുകിയ തറയിൽ മുട്ടുകുത്തി നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മുടെ ഫോർ ഫാദേഴ്സിനോടും ഫോർ മദേഴ്സിനോടും പറഞ്ഞു, I will bless your family. I will bless your generations. അതൊന്നും അവര് കണ്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ബെഡ്ഷീറ്റെ പോലും കിടക്കാതാണ് അവരൊക്കെ കടന്നുപോയത്. പക്ഷെ ദൈവം പറഞ്ഞ വാക്ക് ഒരിക്കലും മാറ്റിയില്ല. ദൈവം പറഞ്ഞത് കൃത്യമായി ചെയ്തു. അതുകൊണ്ട് ഓർക്കണം, ദൈവം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തും. മറന്നുപോകരുത്. ചിലപ്പോഴൊക്കെ നമുക്കൊരു സംശയം വരും. പോക്കറ്റിൽ കനം കുറയുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, ആവശ്യങ്ങൾ കൂടുമ്പോൾ നമുക്കൊരു ചെറിയ ഡൗട്ട്, നടക്കുമോ? ദൈവം പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം ചെയ്തിട്ടുമുണ്ട്, എന്നാൽ ഈ പ്രാവശ്യം ചെയ്യുമോ? ദൈവം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തും. അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദൈവം അബ്രഹാമിന്, God had promised to bless him and God did just that. A life lived for the Lord is a life that will not lack blessing. A life lived for the Lord, a life that will not lack blessing. ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു ജീവിതമാണ് നിങ്ങളുടേതും എന്റേതുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് ഒരു കുറവും വരത്തില്ല. മറക്കരുത്, ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ഈ ജീവിതത്തിൽ യാതൊന്നിനും കുറവ് വരത്തില്ല. അതിന്റെ അടയാളങ്ങളാണ് എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും, നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ഞാനും. മക്കളെക്കാൾ അധികം പള്ളിയിൽ വരുന്ന ഉപദേശിയെ സ്നേഹിച്ച അപ്പന്റെയും അമ്മയുടെയും മക്കൾ, സ്വന്തം മക്കൾക്ക് മുട്ട കൊടുക്കാതെ അത് മാറ്റിവെച്ച് വല്ലപ്പോഴും വിസിറ്റിന് വരുന്ന ഉപദേശിക്കും അച്ഛനും അത് പുഴുങ്ങി കൊടുത്ത അമ്മമാരുടെ മക്കൾ, വീട്ടിൽ അടുപ്പത്ത് അരിയിട്ടാൽ അതിൽ ഒരു പിടി മാറ്റി കലത്തിലിട്ട് മാസത്തിന്റെ അവസാനം വരുന്ന പള്ളിയിൽ കപ്പ്യാർ വരുമ്പോൾ അളന്നു കൊടുത്ത അമ്മയുടെ മക്കൾ. ഒരു തെങ്ങേ കാണത്തുള്ളൂ, എന്നാൽ അതിലെ ആദ്യത്തെ കുല പള്ളിക്കെന്ന് പറഞ്ഞ് മാറ്റിവെച്ച അപ്പന്റെ മക്കൾ. മറക്കരുത്, എ ലൈഫ് ലിവ്ഡ് ഫോർ ദ ലോർഡ് ഈസ് എ ലൈഫ് ദാറ്റ് വിൽ നോട്ട് ലാക്ക് എനിത്തിങ്. അതുകൊണ്ട് നമ്മൾ ബാധ്യസ്ഥരാണ് ഇത് റിപ്പീറ്റ് ചെയ്യാനായിട്ട്, ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഇന്ന് നമുക്ക് വലിയ മടിയാണ്. എന്തെങ്കിലും കൊടുത്താൽ ഉടനെ വാട്സാപ്പിൽ എഴുതുകയാണ്. അച്ഛന്മാരെല്ലാം സുഖിക്കുകയാണ്, ഉപദേശിമാരെല്ലാം സുഖിക്കുകയാണ്. ഓർക്കണം, ഇന്ന് ഇത് എഴുതാൻ നിനക്ക് ബലവും എഴുതാൻ കയ്യിൽ പിടിക്കാൻ സ്മാർട്ട് ഫോണും കിട്ടിയതിന്റെ കാരണം ഈ ദൈവത്തെ അറിഞ്ഞ അപ്പന്റെ അമ്മയുടെ മകനായി മകളായി ജനിച്ചത് കൊണ്ടാണ്.
He may not bless you in the ways you want him to, but I can guarantee you that he will bless your life in the ways that matter the most. ഞാനും നിങ്ങളും ആഗ്രഹിച്ച വഴിയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചെന്ന് വരത്തില്ല. എന്നാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളിടത്ത് അവൻ നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അബ്രഹാം എങ്ങനെ ജീവിച്ചു? How he lived his life. He lived a life of faith. He lived a life of following. He lived a life of favor. രണ്ടാമത്തെ ഭാഗം, how he laid down his life. അതാ ഞാൻ പറഞ്ഞത്, ഒരു മരണം ഒക്കെ നമ്മൾ കാണാൻ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരണത്തെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പല സംസാരങ്ങൾ വരും. പറഞ്ഞു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു, പാടിക്കൊണ്ടിരുന്നപ്പോൾ മരിച്ചു. ഒരു വാക്യം പറയാൻ പറഞ്ഞു, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു. അല്ലെങ്കിൽ ഉറക്കത്തിൽ ശാന്തമായി മരിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. How Abraham laid down his life. അബ്രഹാം എങ്ങനെയാണ് തന്റെ പ്രാണനെ വിട്ടത്? In his life, Abraham was a wonderful example of what a believer should be. But even in his dying, there are precious truths that can be seen in him that should mark all those who know the Lord Jesus. ജീവിതത്തിലും മരണത്തിലും അബ്രഹാം എങ്ങനെ പെരുമാറി എന്നുള്ളത് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്കൊക്കെ മാതൃകയാണ്. He laid it down with readiness. അബ്രഹാമിന്റെ മരണസമയമാണ്. എങ്ങനെയാണ് അവൻ പ്രാണനെ വിട്ടത്? ഒന്ന്, he laid it down with readiness. അവൻ വളരെയധികം തയ്യാറായി ഒരുക്കത്തോടെ പ്രാണനെ വിട്ടു. He was ready. മരണം വന്നപ്പോൾ അവൻ റെഡിയായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, he gave up the ghost. അവൻ പ്രാണനെ വിട്ടു. There was not struggling to say, but a simple releasing of life when it came time to go. പോകേണ്ട സമയമായപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ജീവനെ റിലീസ് ചെയ്തു. He had lived a full long life, 175 years. But when the time came to make the crossing out of this life into the next, Abraham did so with grace and serenity. വളരെ പ്രസാദത്തോടു കൂടിയാണ്. സെറനിറ്റി എന്ന് പറഞ്ഞാൽ പ്രസാദം, തെളിവ്, പ്രശാന്തത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. 175 വർഷങ്ങൾ ദൈവം തന്ന ജീവൻ തന്റെ ശരീരത്തിൽ നിന്ന് പോകാൻ സമയമായപ്പോൾ അബ്രഹാം അതിനെ വളരെ കൂളായി റിലീസ് ചെയ്തു. അവിടെ മസിൽ പിടിച്ചതായി എഴുതിയിട്ടില്ല, 200 തികയട്ടെ എന്ന് പറഞ്ഞതായും എഴുതിയിട്ടില്ല. വളരെ ശാന്തമായി സെറനിറ്റിയോടുകൂടെ, പ്രശാന്തതയോടുകൂടെ അബ്രഹാം പ്രാണനെ വിട്ടുകൊടുക്കുന്നതായി നമ്മൾ കാണും. വൈ? എന്തുകൊണ്ടാണ് അബ്രഹാം അപ്രകാരം ചെയ്തത്? Because he had spent his life looking for a particular city. ഈ 175 വർഷം ജീവിക്കുമ്പോഴും തമ്പുരാന്റെ വിളി കേട്ട നാൾ മുതൽ അബ്രഹാം നോക്കി പാർത്തിരുന്ന ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിന്റെ ആർക്കിടെക്റ്റും ബിൽഡറും ആരാ? ദൈവം. ദൈവം ശില്പിയായി പണിത നഗരം, അതിനെ നോക്കി പാർത്തിരുന്നവനാണ് അബ്രഹാം. അപ്പോൾ അബ്രഹാമിന് അറിയാമായിരുന്നു, ഇപ്പോൾ പാർക്കുന്ന ടെന്റിനേക്കാളും എത്രയോ മനോഹരമാണ് ദൈവം
ആർക്കിടെക്റ്റും ബിൽഡറുമായി പണിത ആ മനോഹര നഗരം എന്നുള്ളത്. Not a city that can be found on this earth, but an everlasting city made by the hands of God in heaven. ദൈവം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച പട്ടണമാണ്. Abraham knew that Sarah was waiting on him to the other side. അബ്രഹാമിന് അറിയാമായിരുന്നു സാറ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. He knew that the only way to reach that city and to be with Sarah was to give up the ghost. ഈ ശരീരം വിട്ടെങ്കിലേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറയുടെ അടുക്കൽ ചെല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് അബ്രഹാമിന് നന്നായി അറിയാമായി. That he did without fear, fretting or fighting. His deathbed scene was one of peace. ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണത്തെ കുറിച്ച് ബോധവാനായിരുന്ന അബ്രഹാമിന് ഇത് ഒരു ചെറിയ റിലീസിംഗ് മാത്രമാണ്. ഇത് വിട്ടെങ്കിലേ അവിടെ കയറാനൊക്കത്തു. അതാണ് ഈ വിശ്വാസം പിന്തുടർന്ന മാതാപിതാക്കളുടെ മക്കളാണ്, തലമുറകളാണ് നമ്മൾ. അവരതാണ് വിശ്വാസത്താൽ പാടിയത്. മുത്തിനാൽ നിർമ്മിതമാ ഉള്ള 12 ഗോപുരങ്ങൾ. മുത്തിനാൽ നിർമ്മിതമായ 12 ഗോപുരം. ജീവജലനദി ഒഴുകുകയാണ്. ഈ പട്ടണത്തെ മനസ്സിലാക്കിയ ദൈവഭക്തർ യാതൊരു മടിയും കൂടാതെ തങ്ങളുടെ ജീവനെ റിലീസ് ചെയ്യും. നമുക്ക് ഈ ഒരു വലിയ കൃപ കിട്ടാനായി പ്രാർത്ഥിക്കണം. നമുക്കത്ര എളുപ്പമല്ല. എത്ര വയസ്സ് വരെ ജീവിച്ചാലും പിന്നെയും പിന്നെയും ജീവിക്കണം എന്നാണ്. ഈ ലോകത്തിലെ നമ്മുടെ ബൈൻഡിങ്സ് നമ്മളെ ഇവിടം വിട്ടു പോകാൻ പ്രേരിപ്പിക്കത്തില്ല. അതുകൊണ്ടല്ലേ ചിലര് കേട്ടിട്ടില്ലേ, ചിലര് പ്രാണനെ വിടത്തില്ല, ഇങ്ങനെ കിടന്ന് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അപ്പൊ പണ്ടത്തെ മനുഷ്യര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പറയും ആ കയ്യിലോട്ട് എന്തെങ്കിലും ഒന്ന് പിടിപ്പിച്ചേ. കാര്യം എന്തേലും ഒരു കൈമടക്ക് കയ്യിലോട്ട് വെച്ചു കൊടുത്താൽ കൂളായിട്ട് അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ വിടാനുള്ള മടി. ഒരു തമാശ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒത്തിരി ടൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പറയുകയാണ്. ഒരു മനുഷ്യനെ 3 ആൺമക്കളാണ്. വളരെ വലിയ ബിസിനസ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അസുഖം കൂടി മരണമാസന്നമായി എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ ഒരു കടയൊക്കെയാണ്. അപ്പോൾ കട അടച്ചിട്ട് മക്കള് 3 പേരും അപ്പന്റെ അടുക്കൽ വന്നു. അപ്പോൾ അപ്പൻ മരണവെപ്രാളത്തിലാണ്. അപ്പൻ ചോദിച്ചു, മൂത്ത മോൻ എന്തിയെ, അവന്റെ പേര് ചോദിച്ചു. അവൻ എന്തിയെ? പേര് പറഞ്ഞാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും പേരായി പോയെങ്കിലോ എന്ന് ഓർത്താണ് പേര് പറയാം. അപ്പൊ അവർ പറഞ്ഞു, അവനല്ലയോ ഈ നിൽക്കുന്നേ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, രണ്ടാമത്തവൻ എന്തിയെ? അപ്പൊ പറഞ്ഞു, കണ്ടില്ലേ, അവനല്ലേ ഈ നിൽക്കുന്നേ? അപ്പൊ മൂന്നാമത്തവൻ എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്നവര് മൂന്നാമത്തവനെ പിടിച്ച് മുമ്പിലോട്ട് നിർത്തി. അപ്പച്ചൻ ഒറ്റ അലർച്ചയാണ്, 3 പേര് ഇവിടെ നിന്നാൽ ഇനി ആര് കടയിലിരിക്കും? ജീവനും പോയി. ആ നിലവിളിയോടെ ജീവനും പോയി. ഇനി ആര് കടയിലിരിക്കും? ഇതാണ് വിടാനുള്ള മടി, ആർജിക്കാനുള്ള മോഹം. ഇവിടെ വളരെ ശാന്തമായി പ്രാണനെ വിടുന്ന അബ്രഹാമിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, പോകൽ നമുക്കെല്ലാം ആവശ്യമാണ്. However, those who know the Lord have a great assurance when we look at the day of our departure. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ ഡിപ്പാർച്ചറിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്.
We have the Lord's promise concerning that day. For us, it will be a time of laying aside the temporary for the permanent. ഈ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? This departure is a laying aside of the temporary for the permanent. താൽക്കാലികമായതിനെ നിത്യമായതിനു വേണ്ടി വിടുന്ന ഒരു ചെറിയ പ്രോസസ്സാണ്. It will be nothing more than a departure. അതുകൊണ്ട് ഈ പ്രസംഗമൊക്കെ പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളെല്ലാം അതിനുവേണ്ടി ആഗ്രഹിക്കും. ബഹളങ്ങളില്ലാതെ ശാന്തമായി ദൈവകരങ്ങളിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പ്രായമായ അമ്മ വളരെ ഏജ്ഡാണ്, മരിപ്പാറായി കിടക്കുകയാണ്. അപ്പോൾ വികാരി അച്ഛൻ സന്ദർശനത്തിന് വന്നപ്പോൾ അവിടെ നിന്ന മകനോട് അച്ഛൻ ചോദിച്ചു, ഈസ് ഷീ സിംഗിങ്? മോനെ, അമ്മച്ചി മരിച്ചുകൊണ്ടിരിക്കുകയാണോ? സിംഗിങ് എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. മുങ്ങുക, താഴുക, സ്ലോലി, സാവധാനം മരിക്കുക എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഈ ചോദ്യം മരണാസന്നയായി അമ്മ കേട്ടു. അപ്പോൾ കുഴഞ്ഞ ശബ്ദത്തിൽ ഈ അമ്മച്ചി മറുപടി പറഞ്ഞു. മകൻ പറയുന്നതിന് മുമ്പേ അമ്മച്ചി പറഞ്ഞു, I am not sinking, my feet is on the rock. ഞാന് മരിക്കുകയല്ല, ഞാൻ മുങ്ങിത്താഴുകയല്ല. എന്റെ കാല് എവിടെയാണ്? എന്റെ കാല് പാറമേലാണ്. I may be dying, but I am not sinking. ഞാൻ മരിക്കുകയായിരിക്കാം, പക്ഷെ ഞാൻ മുങ്ങിത്താഴുകയല്ല. എന്റെ പാദം ഉറപ്പുള്ള പാറമേലാണ്. അതാ പാട്ടുകാരൻ പാടുന്നത്, Christ is the solid rock I stand, all other ground is sinking sand. പാറയാം ക്രിസ്തൻ മേൽ നിൽപ്പേൻ, വെറും മണൽ മറ്റുള്ളിടം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ ഒരു അഷ്വറൻസ് ഉണ്ടോ? ഡു വി ഹാവ് ദിസ് അഷ്വറൻസ്? നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ നമ്മൾ സിങ്ക് ചെയ്യുകയാണോ, അതോ നമ്മൾ പാറമേൽ ചവിട്ടി നിൽക്കുകയാണ്? അബ്രഹാം തന്റെ ജീവനെ വളരെ ഒരുക്കത്തോടെ വിട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. He laid it down with readiness. 2, he laid it down with reassurance. ഒരു പുതുക്കപ്പെട്ട ഉറപ്പോടുകൂടെയാണ് അബ്രഹാം തന്റെ പ്രാണനെ വിടുന്നത്. The Bible tells us that he was gathered to his people. അവൻ തന്റെ ജനത്തോട് ചേർന്നു. This does not have reference to the grave. ഇതൊരു ശവക്കുഴിയോട് ബന്ധിപ്പിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. He gathered to his people. അവൻ തന്റെ ജനത്തോട് ചേർന്നു. He was buried with Sarah in Canaan. കനാനിൽ മക്പെല ഗുഹയിൽ സാറയോട് ചേർന്ന് അബ്രഹാമിനെ അടക്കം ചെയ്തു. His people had died in Haran and Ur. Abraham was gathered to those who had died before him in faith. He went to that place where those died in faith were waiting for him. They were all waiting for another one who came into their midst with some glorious news one day. അതുകൊണ്ട് അബ്രഹാം പിന്നെ ഒരു ശവക്കുഴിയിൽ ഇട്ടു എന്നല്ല ഇവിടെ പറയുന്നത്. അവൻ തന്റെ ജനത്തോട് ചേർന്നു. He gathered to his people എന്ന് പറഞ്ഞാൽ തനിക്ക് മുൻപായി കടന്നുപോയ
തന്റെ പ്രിയപ്പെട്ടവരോട് അബ്രഹാം ചേർക്കപ്പെട്ടു എന്നാണ് അബ്രഹാമിന്റെ മരണത്തെ കുറിച്ചുള്ള വിശദീകരണം. എന്തൊരു മനോഹരമായ ഒരു വാക്യമാണത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും മരിച്ച് കുഴിയിലിട്ടു എന്നല്ല നമ്മളെ കുറിച്ച് പറയാൻ പോകുന്നത്. എന്താണ്? നമ്മൾ നമുക്ക് മുൻപേ കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ജോൺ തോമസ് അങ്കിളിന്റെ ഒരു താങ്ക്സ് ഗിവിംഗ് പ്രയർ നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട KP സാബു അച്ഛൻ സംസാരിച്ചത് വളരെ ഹൃദയസ്പർശിയായി. അങ്കിളിന്റെ ജോൺ തോമസ് അങ്കിളിന്റെ മകൻ സ്റ്റാൻലി വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു. അച്ഛൻ അവിടെ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ സ്റ്റാൻലിയുടെ പിതാവായിരുന്ന അങ്കിൾ പറഞ്ഞു, നീ പൊക്കോടാ, ഞാൻ നിന്നെ അവിടെ വന്ന് കാണാം. Now with faith, in faith, that family can tell. എന്തുവാ? ജോൺ തോമസ് അങ്കിൾ gathered to his people. നമ്മളെ കുറിച്ചൊക്കെ ഇതാണ്. നമുക്ക് മുൻപേ പോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അവരോട് നമ്മൾ ചേരുന്ന ഒരു സുദിനമാണത്. അല്ലാതെ ശവക്കുഴിയെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. വളരെ മനോഹരമായ ഒരു മരണം ജനസിസ് ചാപ്റ്റർ 50 വേഴ്സ് 24 അവിടെ കാണുന്നുണ്ട്. യോസഫിന്റെ മരണമാണ്. ജോസഫ് മരണക്കിടക്കയിലാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ജോസഫ് ചുറ്റും നിൽക്കുന്നവരോട് പറയുകയാണ്, മക്കൾ ഉൾപ്പെടെയുള്ളവരോട് പറയുകയാണ്, ഇതാ ഞാൻ മരിക്കുന്നു. I am about to die. But God will surely come to you and bring you up out of this land and to the land that he swore to Abraham, to Isaac and to Jacob. ഇതാ ഞാൻ മരിക്കുന്നു, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും. സന്ദർശിച്ചിട്ട് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവൻ വാഗ്ദത്തം ചെയ്ത സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അന്ന് നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്, എന്റെ അസ്ഥികളും കൂടെ എടുത്തോണം, അതിവിടെ ഇട്ടേക്കരുത്. എന്തൊരു ഉറപ്പാണ്, എന്തൊരു അഷ്വറൻസ് ആണ്. ഇതാ ഞാൻ മരിക്കുന്നു, but God will surely come to you. മന്ത്രിയാണ്, മുദ്രമോതിരം കയ്യിലുണ്ട്, എന്നിട്ട് പറയുകയാണ്, ഇതാ ഞാൻ മരിക്കുന്നു, ഞാനൊരു സോജോണറാണ്, ഞാനൊരു പരദേശിയാണ്. അബ്രഹാമിന്റെ മരണത്തോട് സമാനമായ രോഗം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് നമ്മുടെ ജനറേഷനോട് പറയാൻ സാധിക്കണം. മോനെ, മോളെ, അമ്മ മരിക്കും, അപ്പൻ മരിക്കും. Your mummy will die, your daddy will die, but God will visit you. God will come to you. ദൈവം നിന്റെ അടുക്കൽ വരും. That is the assurance. ഇതാണ് പ്രത്യാശ. നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിൽ മനോഹരമായ ആഴമായ അർത്ഥങ്ങളുള്ള അനേക പാട്ടുകൾ എഴുതിയിട്ടുള്ള വിശ്വാസ വീരനാണ് 38-ാം വയസ്സിൽ കോളറ ബാധിതനായി കടന്നുപോയ തൊമ്മി ഉപദേശി, PV തൊമ്മി ഉപദേശി. കുന്നംകുളം ആർത്താറ്റ് മാർത്തോമാ പള്ളിയുടെ ശവപ്പറമ്പിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അധ്യാപകനായിരുന്നു. വളരെ പെട്ടെന്ന് മരണം അടുത്തപ്പോൾ തന്റെ മകളെ അടുക്കൽ വിളിച്ചിട്ട് തൊമ്മി ഉപദേശി പാടും ഞാനേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. മോളെ, നിന്റെ അപ്പൻ ഇതാ മരിക്കും. 38 വയസ്സേ ഉള്ളൂ, നീ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഈ ദൈവത്തിന് ഞാൻ മരിക്കുന്നിടം വരെ നന്ദിയോടെ സ്തോത്രം പാടും.
നിന്റെ അപ്പന്റെ ദൈവം നിന്നെ ഒരിക്കൽ സന്ദർശിക്കും. ഇതാണ് നമ്മുടെ ഉറപ്പ്. അല്ലാതെ മോനെ ഡാഡി മരിക്കുന്നു, താക്കോലെല്ലാം ഇന്നടത്ത് ഇരിപ്പുണ്ട്, FD റെസീറ്റ് എല്ലാം റിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞേച്ചാൽ പോകാവല്ല, പിന്നെ പിള്ളേർക്ക് ബുദ്ധിമുട്ടാകും. എന്നാലും ഇതല്ല നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ മരിച്ചാലും എന്റെ ദൈവം നിന്നെ സന്ദർശിക്കും. അതാണ് ഉറപ്പ് എന്ന് പറയുന്നത്. അബ്രഹാം തന്റെ പ്രാണനെ വിട്ടത് ഒന്ന് വിത്ത് റെഡിനെസ്, രണ്ട് വിത്ത് റീഅഷ്വറൻസ്. ഈ ലോകം വിടുമ്പോൾ നമുക്ക് ഈ ഒരു അഷ്വറൻസോടുകൂടെ പോകണം. ഫൈനലി, ഹൗ ഹി ലവ്ഡ് ഹിസ് ലോർഡ്, how he lived his life, how he laid down his life. Now how he loved his Lord. തന്റെ ദൈവത്തെ അബ്രഹാം എങ്ങനെയാണ് ഈ ആയുസ്സിൽ സ്നേഹിച്ചത്? അവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, his love was displayed. അവന്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. It was displayed all through his life. He simply obeyed what the Lord told to do. തന്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അബ്രഹാം അതുപോലെ ചെയ്തു. He displayed his obedience to his master. When the Lord said go, he went. പോകാൻ പറഞ്ഞു, പോയി. When the Lord said do, he did. ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. When the Lord said stay, he stayed. നിൽക്കാൻ പറഞ്ഞു, നിന്നു. പോകാൻ പറഞ്ഞു, പോയി. ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. നിൽക്കാൻ പറഞ്ഞു, നിന്നു. He obeyed even when the command was difficult and costly. Abraham obeyed God even when the command was difficult and costly. അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളതും വളരെയധികം വില നൽകേണ്ടതുമായ കൽപ്പനകളെ പോലും അബ്രഹാം വളരെ കമ്മിറ്റ്മെന്റോടുകൂടെ അനുസരിച്ചു. He obeyed when every instinct within him told to do the opposite. അവന്റെ ഉള്ളിലെ ചോദനകൾ ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ വേണ്ടി ധാരാളം പ്രോംപ്റ്റ് ചെയ്തിട്ടും അവൻ ദൈവത്തെ തന്നെ അനുസരിച്ചു. He obeyed when every instinct within him told him to do the opposite. The genuine love for the Lord always manifests obedience to God. ദൈവത്തോടുള്ള ശരിയായ സ്നേഹം എല്ലായ്പ്പോഴും ദൈവത്തെ അനുസരിക്കാനായി നമ്മെ പ്രേരിപ്പിക്കും. Regardless of what he says to do. അവൻ എന്ത് പറഞ്ഞാലും നമ്മുടെ സ്നേഹം ജെനുവിൻ ആണെങ്കിൽ നമ്മളത് അനുസരിക്കും. His love was displayed in his every actions. ഓരോ നടപടിയിൽ, ഓരോ തീരുമാനങ്ങളിൽ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അത് വളരെ പ്രകടമായി. നമുക്ക് ദൈവത്തെ അനുസരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലപ്പോഴും നമ്മുടെ ഉള്ളം അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. ലോകം നമ്മെ പിന്തിരിപ്പിക്കും. എന്നാൽ അതിനപ്പുറമായി ദൈവമേ, നിന്നെ അനുസരിക്കാൻ, നിന്റെ ശബ്ദത്തെ അനുസരിക്കാൻ, നിന്റെ വാക്കിനെ അനുസരിക്കാൻ സഹായിക്കണം, അതിനുള്ള ബലം തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. His love was declared, not only displayed, but his love was declared. As you read the Bible, you see the love of Abraham declared, but it is never declared by Abraham.
ഞാൻ ആരംഭത്തിലൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അബ്രഹാമിൻ ദൈവത്തെ സ്നേഹിച്ചതിനെ കുറിച്ച് അബ്രഹാം എങ്ങും വീമ്പിളക്കിയിട്ടില്ല. ഇറ്റ് ഈസ് നെവർ ഡിക്ലെയർഡ് ബൈ ഏബ്രഹാം. അത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു അല്ലേ? ഒരു 2 പ്രാർത്ഥനയ്ക്ക് അധികം പങ്കെടുത്താൽ, ഒരു 2 കാശ് അധികം കൊടുത്താൽ അത് ഡിക്ലെയർ ചെയ്യുന്ന ആരാ? നമ്മളാ. എന്ത് കൊടുത്താലും നമുക്ക് പേര് വേണം. എന്നാൽ ഇവിടെ ഒരു ഡിക്ലറേഷനും ഇല്ല. പിന്നെ ആരാ ഡിക്ലെയർ ചെയ്തത്? ഡിക്ലെയർ ചെയ്ത ആളുകൾ. There are lots of people who want to tell us how much they love the Lord. Abraham didn't talk about it. He just did it. എന്നാൽ അബ്രഹാം ഒരിക്കലും തന്റെ ദൈവസ്നേഹത്തെ കുറിച്ചോ ദൈവവിശ്വാസത്തെ കുറിച്ചോ പ്രസംഗിച്ചില്ല, സംസാരിച്ചില്ല. He just did it. There is a big difference. However, the love of Abraham is declared in the Bible. It is mentioned by a man named Jehoshaphat. 2 Chronicles chapter 20 verse 7. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 7-ാം വാക്യം. യഹോശാഫാത്ത് എന്ന ആൾ അബ്രഹാമിന്റെ ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. അവിടെ എന്താ പറഞ്ഞത്? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. പിന്നീട് ആരാ പറഞ്ഞത്? God himself talks of this man Abraham and his love for the Lord. ദൈവം തന്നെ പറഞ്ഞു. ഐസയ 41:8. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം തന്റെ സ്നേഹിതൻ എന്ന് അബ്രഹാമിനെ കുറിച്ച് വീണ്ടും പറയും. Both these references refer to Abraham as being a friend of the Lord. ഈ 2 സ്ഥലത്തും പറയുന്നത് എന്താണ്? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ് എന്നാണ്. ഫ്രണ്ട് എന്ന വാക്കിന് ഡിക്ഷണറിയിൽ കണ്ടതിൽ ഏറ്റവും നല്ലൊരു അർത്ഥം one well beloved by another. One well beloved by the other. ഒരുത്തൻ അരുമയായി സ്നേഹിക്കുന്ന ഒരാൾ. അരുമയായി സ്നേഹിക്കും. ബിലവഡ്. ചുമ്മാ കയറി ഡിയർലി ബിലവഡ് എന്നൊന്നും അടിക്കല്ലേ. എന്റെ അർത്ഥം എന്താണ്? വൺ വെൽ ബിലവഡ് ബൈ അതർ. ഒരാളെ അരുമയായി സ്നേഹിക്കും. അപ്പോൾ ദൈവം അബ്രഹാമിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? God well beloved Abraham. അബ്രഹാമിനെ ദൈവം അരുമയായി സ്നേഹിച്ചു. പക്ഷേ ഒരിക്കലും അബ്രഹാം അതിന്റെ പേരിൽ ഒന്നും പ്രഖ്യാപിച്ചില്ല. ദൈവം തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇങ്ങനെയുള്ള ഒരു ജീവിതം ഇത്ര പീസ്ഫുൾ ആയിട്ടല്ലാതെ എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഈ പഠനം ഞാൻ അവസാനിപ്പിക്കാം. As we consider these characteristics from the life of Abraham, I wonder how our lives measures up. നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെയാണ് നമുക്ക് അളക്കാൻ സാധിക്കും? How is our life being lived? നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? Are you ready to lay down the right way when the time comes? Am I ready to lay down the right way when my time comes? സമയം വരുമ്പോൾ വളരെ മനസ്സോടെ ഇതിനെ റിലീസ് ചെയ്യാനായിട്ട്
നമുക്ക് കഴിയും? ഡു വി റിയലി ലവ് ദ ലോർഡ്? നമ്മൾ ശരിക്കും കർത്താവിനോട് സ്നേഹമുണ്ടോ? These are extremely important questions that need to be addressed in our lives as well. ഇത് നമ്മുടെ ജീവിതങ്ങളിൽ നാം ഉത്തരം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ദൈവം തന്ന ആയുസ്സിനെ നന്നായി പൂർത്തീകരിക്കുന്നത്? ശ്രദ്ധിക്കണം, നല്ല തുടക്കം കിട്ടിയിട്ടും ഒടുക്കം വല്ലാതെ മോശമായി പോയവരുണ്ട്. നല്ല തുടക്കം കിട്ടിയിട്ടും ഒടുക്കം വല്ലാതെ മോശപ്പെട്ടു പോയ ആളുകൾ വേദപുസ്തകത്തിലുണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ ഈ ശിംശോൻ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സെറ്റപ്പ് പാർട്ട് ചെയ്തവനാണ്. പക്ഷെ അവന്റെ അവസാനം എന്തായിരുന്നു? ധാരാളം ഉദാഹരണങ്ങൾ. മോശം തുടക്കം കിട്ടിയിട്ടും നല്ല അന്ത്യം ഉണ്ടായവരുണ്ട്. എന്നാൽ തുടക്കവും ഒടുക്കവും സുന്ദരമാക്കിയവന്റെ പേരാണ് അബ്രഹാം. തുടക്കവും ഒടുക്കവും സുന്ദരമാക്കിയവന്റെ പേരാണ് അബ്രഹാം. ഇതിനേക്കാൾ ജീവിതം സുന്ദരമായി റിലീസ് ചെയ്ത ഒരാളുണ്ട്. ആരാണത്? 33.5 തിരുവയസ്സിൽ മരക്കുരിശിൽ ഇരുകരങ്ങളും വിരിച്ചിട്ട് അവൻ അലറി പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെലസ്റ്റായി. 90-ാം വയസ്സിലെങ്കിലും നമുക്ക് പറയാൻ ഒക്കുമോ എല്ലാം പൂർത്തിയായെന്ന്? അബ്രഹാം സുന്ദരമായി ജീവിച്ച് തീർന്ന ഒരു ജീവിതമാണ്. പ്രത്യേകിച്ച് നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമുക്കെല്ലാം അറിവുള്ള ലോകപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനായിരുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാം 99-ാം വയസ്സിലാണ് ചില വർഷങ്ങൾക്ക് മുൻപ് മരിച്ചത്. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ആത്മകഥയാണ് നിയറിംഗ് ഹോം, ലൈഫ്, ഫെയ്ത്ത് ആൻഡ് ഫിനിഷിംഗ് വെൽ. ഒരു തിക്കായിട്ടുള്ള ബുക്കാണ്, കുറെ പേജസ് ഉണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒത്തിരി നല്ലതാണ്. ബില്ലി ഗ്രഹാം asks us a crucial question. What testimony are you passing on to those following you? What testimony are you passing on to those following you? നിങ്ങളെ പിന്തുടരുന്നവർക്ക് എന്ത് സാക്ഷ്യമാണ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉള്ളത്? Beginning well is a momentary thing. Finishing well is a lifelong thing. Beginning well is a momentary thing. Finishing well is a lifelong thing. നല്ല ആരംഭം കുറിക്കുക എന്നുള്ളത് ഒരു നിമിഷത്തെ കാര്യമാണ്. എന്നാൽ നന്നായി ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ജീവിതം മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ മലയാളത്തിലെ വളരെ പ്രഗത്ഭയായ അത്ലറ്റ് ഷൈനി വിൽസൺ അല്ലെ, തുടക്കം വളരെ നല്ലായിരുന്നു, സ്റ്റാർട്ട്. പക്ഷെ ട്രാക്ക് മാറിപ്പോയി. She finished well. She finished. പക്ഷെ അതിനെക്കുറിച്ച് എന്താ പറയാനൊക്കത്തില്ല. She finished well എന്ന് പറയാനൊക്കത്തില്ല. കാര്യം ഓട്ടം തുടങ്ങുമ്പോൾ ശരിയായാൽ പോരാ, ഓടിത്തീരുന്നത് വരെ ശ്രദ്ധിക്കണം, എങ്കിലേ പൂർണ്ണതയാവുകയുള്ളൂ. It is not how you start, it is how you finish. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യും.
ദൈവം കൃപ ചെയ്ത് നല്ല തുടക്കം കിട്ടിയവരാണ് നമ്മളെല്ലാം, അല്ലേ? ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് കുഞ്ഞുനാളിൽ സൺഡേ സ്കൂൾ മുതൽ ദൈവവുമായി നമ്മെ കണക്ട് ചെയ്ത തലമുറകളിൽ ജനിച്ചു വളർന്നവരാണ്. നമ്മുടെ ഭവനങ്ങൾ അങ്ങനെയായിരുന്നു. എന്നാൽ നമ്മുടെ ഓട്ടം നല്ലതാണോ? നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ഫിനിഷ് ചെയ്തു എന്ന് പറയുമോ? അതോ ഓട്ടത്തിൽ കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറയുമോ? വളരെ ഗൗരവമായ ചിന്തയാണ്. Beginning well is a momentary thing. Finishing well is a lifelong thing. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നമ്മൾ ചില ഭാഗങ്ങളൊക്കെ മരണത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും ഉടനെ മരിക്കുകയില്ല, ദൈവം അതിനിടയാക്കുകയില്ല. എന്നാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? We are not going to the land of dying. മരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു ചിന്ത എന്താണെന്നറിയാമോ? Now we are in the land of living and after death we are going into the land of dying. അത് ലോകത്തിന്റെ ഫിലോസഫിയാണ്. It is the philosophy of the world. Going to the land of dying from the land of living. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ജീവനില്ലാത്തവരുടെ ദേശത്തേക്ക് പോകുന്നതാണ് മരണമെന്ന് പറയുന്നത് ലോകത്തിന്റെ പഠിപ്പിക്കുകയാണ്. It is the teaching of the world. And what is the teaching of the Bible? വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കുക എന്താണ്? We are moving from the land of dying to the land of living. മരണം എവിടെയുള്ളൂ? എവിടെയുള്ളൂ? മരണം ഇവിടെയുള്ളൂ. നമ്മൾ മരണത്തിലൂടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? We are moving from the land of dying to the land of living. മരണമുള്ള നാട്ടിൽ നിന്ന് മരണമില്ലാത്ത നാട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് അബ്രഹാം എന്ത് ചെയ്തു? വളരെ കൂളായിട്ട് തന്റെ ജീവനെ റിലീസ് ചെയ്തു കൊടുത്തു. I am very well aware that it is very easy to preach and very difficult to practice. And I am praying for that grace in my life. നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റിലീസ് ചെയ്യുമ്പോൾ കടിപിടിയൊന്നുമില്ലാതെ ബഹളങ്ങളൊന്നുമില്ലാതെ പോകാൻ സാധിക്കണം. അതിന് പോകണമെങ്കിൽ ഉറപ്പെന്ത് വേണം? നമ്മൾ ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് മരണമുള്ളവരുടെ ദേശത്തിലേക്കല്ല പോകുന്നത്. പിന്നെ എങ്ങോട്ടാ പോകുന്നത്? മരണമുള്ളവരുടെ ദേശത്ത് നിന്ന് മരണമില്ലാത്തവരുടെ ദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രത്യാശ. തന്റെ ജീവിതത്തെ ദൈവം ശില്പിയായി പണിത നഗരത്തെ നോക്കി യാത്ര ചെയ്ത ജീവിതത്തെ നയിച്ച അബ്രഹാമിന്റെ ജീവിതം നാം ഇവിടെ പഠിച്ച് അവസാനിക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവമേ, അബ്രഹാമിന്റെ വിശ്വാസവും അവന്റെ പ്രത്യാശയും അവന്റെ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡും അവന്റെ ധനത്തോടുള്ള ആറ്റിറ്റ്യൂഡും അവന്റെ മരണത്തോടുള്ള മനോഭാവവും ഞങ്ങൾക്ക് തന്ന് ഈ ലോക ജീവിതം പൂർണ്ണതയിലെത്തിച്ച് നിന്റെ സന്നിധിയിൽ പ്രവേശിപ്പാൻ ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം. നമ്മെ ശക്തീകരിച്ച ദൈവകൃപയ്ക്ക് ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കരുണ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. കഴിഞ്ഞ 15 വെള്ളിയാഴ്ചകളിൽ അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ബലഹീനരായ ഞങ്ങളെ നിന്റെ വചനം പഠിക്കുവാൻ യോഗ്യരാക്കി തീർത്തത് ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ബലഹീനതകൾ ഏറെയുള്ള അടിയനെ ശക്തീകരിച്ചതിനാൽ നിനക്ക് സ്തുതി. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. പ്രത്യാശയുള്ളവരായി
ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരായി ഞങ്ങളുടെ സ്റ്റെപ്പുകൾ മുൻപോട്ട് വയ്ക്കുവാൻ ഇടയാക്കണമേ. വ്യാപരിപ്പിച്ച എല്ലാ ദൈവകരുണകൾക്കായി സ്തുതി. തിരുനാമം ഞങ്ങളിലൂടെ എല്ലാം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.